കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു മരണം. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന നടേരി സ്വദേശി വിജു ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ ചികിത്സയിലായിരുന്ന സമയത്ത് അനഘ വാർത്ത പുറത്തുവിട്ടതാണ്. ഇപ്പോൾ വീണ്ടും ഒരു മരണമുണ്ടായിരിക്കുന്നു. ആ പ്രദേശത്ത് ഏതൊക്കെ രീതിയിലുള്ള പരിശോധനകളിലേക്കൊക്കെ ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട് അനഘ? പ്രജിത്ത്, ഈ കേസിൽ മറ്റൊരു കാര്യം, ഏറെ നിർണായകമായിട്ടുള്ളൊരു കാര്യം, ഈ ബിജുവിനെ എവിടെ നിന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടത് എന്ന് കണ്ടെത്താൻ ഇപ്പോഴും ആരോഗ്യ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഈ ആദ്യഘട്ടത്തിൽ കൊയിലാണ്ടിയിലെ കൊയിലാണ്ടിയിലെ സർക്കാർ ആശുപത്രിയിലാണ് ബിജു ചികിത്സ തേടിയത്. അതിനുശേഷം പിന്നീട് ആരോഗ്യനില ആരോഗ്യ അവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ ആശുപത്രിയിൽ നിന്നാണ് ഈ ഡോക്ടർമാർക്ക് ഒരു സംശയം തോന്നിയിരുന്നത്, അമീബിക് മസ്തിഷ്ക ജ്വരമാണോ എന്നുള്ളൊരു സംശയം തോന്നി. തുടർന്നാണ് പരിശോധനയ്ക്ക് അയച്ചത്. ഈ പരിശോധന ഫലം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ ബിജുവിന് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അതിനെ തുടർന്ന് പിന്നീട് ആരോഗ്യവകുപ്പ് ഈ ബിജുവിനോട് തന്നെ ചോദിച്ചിരുന്നു, ഈ കുളത്തിൽ കുളിക്കുകയോ മറ്റ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളത്തിൽ കുളിക്കുകയോ മറ്റ് തോടുകളിൽ ഇറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കൊല്ലത്ത് ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. അതിനിടയിൽ ഒരു സ്ട്രോക്ക് വന്ന് ഈ കിടപ്പിലായിരുന്നു. അതിനുശേഷം പിന്നീട് പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്നാണ് അദ്ദേഹവും കുടുംബവും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്ന് കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഈ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ, ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുളങ്ങളിലും തോടുകളിലും ഒക്കെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്തെ വെള്ളം പരിശോധനയ്ക്ക് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിശോധന ഫലം പുറത്ത് വന്നിട്ടില്ല. ഇവിടെയൊക്കെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. എന്തായാലും കുളത്തിലും മറ്റുമൊന്നും ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഇറങ്ങാത്ത സാഹചര്യത്തിൽ എവിടെ നിന്നാണ് ഈ രോഗം പിടിപെടുന്നത്, മറ്റെന്തെങ്കിലും വഴിയിലൂടെ ഈ രോഗം ആളുകളിലേക്ക് പടരുന്നുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കയുയർത്തുന്ന കാര്യങ്ങൾ കൂടി ഇവിടെ ഉയരുന്നുണ്ട്. എന്തായാലും കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയാണ് ഈ 41-കാരനായിട്ടുള്ള മരണപ്പെട്ട ഈ ബിജു. കൊല്ലത്ത് ഓട്ടോ ഡ്രൈവറായ ജോലി ചെയ്യുകയായിരുന്നു. ഓക്കെ അനഘ, എന്തായാലും ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിച്ചിങ്ങനെ പോകുമ്പോഴും ഇതുവരെ മിക്കവാറും എല്ലാ കേസുകളിലും ഉറവിടങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താൻ നമ്മുടെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അത് വലിയ വീഴ്ചയായി, പോരായ്മയായി തുടരുകയാണ്. പക്ഷേ അപ്പോഴും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല വളരെ അടിപൊളിയാണെന്ന്.